കോൺഗ്രസ് നേതൃത്വത്തോടുള്ള അതൃപ്തി പരസ്യമാക്കി ശശി തരൂർ. നിലമ്പൂരിലേക്ക് തന്നെ ആരും ക്ഷണിച്ചില്ല, ഒരു മിസ്ഡ് കോൾ പോലും അടിച്ചില്ല എന്നായിരുന്നു തരൂരിന്റെ വിമർശനം. ടി.ജി. സജിത്ത് വിവരങ്ങളുമായി. സജിത്ത്, ശശി തരൂരും കോൺഗ്രസ് നേതൃത്വവുമായുള്ള അസ്വാരസ്യം കഴിഞ്ഞ കുറേ നാളുകളായി നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഇന്നത്തെ ദിവസം ഈ പ്രതികരണം വളരെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണെന്ന് പറയാം. മാത്രമല്ല, ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നു, ഈ വോട്ടെടുപ്പിന് ശേഷം പറയാനുള്ളത് ചിലത് പറയാമെന്ന് കൂടി പറയുന്നുണ്ട്. തീർച്ചയായിട്ടും തരൂരും കോൺഗ്രസ് നേതൃത്വവും തമ്മിൽ നേരത്തെ തന്നെ ഉടക്കിലാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ തരൂരിൻ്റെ സാന്നിധ്യം എന്തുകൊണ്ട് നിലമ്പൂരിൽ ഉണ്ടായില്ല എന്ന ചോദ്യമുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് ദിവസം തന്നെ തരൂർ അതിന് മറുപടി പറയുകയാണ്. താനും പാർട്ടി നേതൃത്വവുമായി ചില ഭിന്നതകളുണ്ട്, തന്നെ ആരും നിലമ്പൂരിലേക്ക് ക്ഷണിച്ചില്ല, സ്വാഭാവികമായി ക്ഷണിച്ചാൽ താൻ പോകുമായിരുന്നു, ക്ഷണിക്കാത്തതുകൊണ്ട് താൻ പോയില്ല എന്നതാണ് തരൂർ വ്യക്തമാക്കുന്ന കാര്യം. പാർട്ടി നേതൃത്വവുമായി ഭിന്നതയുണ്ട് എന്ന കാര്യം കൂടി തുറന്നു പറയുന്നു. എന്തായാലും തരൂരിൻ്റെ ഇപ്പോഴത്തെ ഈ പോളിംഗ് ദിവസത്തെ ഈ നീക്കം കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ വലിയ തരത്തിലുള്ള ആശയക്കുഴപ്പവും എതിർപ്പും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസത്തെ ഈ പ്രസ്താവന തരൂർ ഒഴിവാക്കണമെന്നതായിരുന്നു നേതാക്കൾ വ്യക്തമാക്കുന്ന കാര്യം. ചില നേതാക്കളൊക്കെ ഈ വിഷയത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞു. രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ള നേതാക്കൾ ക്ഷണിക്കാൻ ഇത് കല്യാണമൊന്നുമല്ല നടക്കുന്നത് എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ തരൂരിനെതിരെ പുറത്തിറക്കി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും തരൂർ കോൺഗ്രസ് നേതൃത്വവുമായി ഏറ്റുമുട്ടുകയാണ്. എന്തുകൊണ്ട് തരൂർ നിലമ്പൂരിലേക്ക് പോയില്ല എന്ന ചോദ്യത്തിന് തന്നെ ആരും ക്ഷണിച്ചില്ല എന്ന മറുപടി തന്നെയാണ് തരൂർ പറയുന്നത്. ഇതോടുകൂടി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഇത് പെട്ടെന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ ഒരു വാചകമല്ല. ഇന്ന് ഈ സമയത്ത് മാധ്യമങ്ങളെ കാണാമെന്ന് അദ്ദേഹം നേരത്തെ അറിയിച്ചതാണ്. അതനുസരിച്ച് തന്നെയാണ് മാധ്യമങ്ങൾ അവിടെ പോയത്. അപ്പോൾ ഈ ദിവസം ഇത് പറയാൻ തരൂർ ഉദ്ദേശിച്ചിരുന്നു. തീർച്ചയായും തരൂർ അത് ഉദ്ദേശിച്ചിരുന്നു തന്നെയാണ്. നേരത്തെ തന്നെ 12 മണിക്ക് മാധ്യമങ്ങളെ കാണാമെന്ന ഒരു അറിയിപ്പ് നൽകി മാധ്യമങ്ങൾ കാത്തിരുന്ന് നൽകിയത് തന്നെയാണ്. തരൂർ കൃത്യമായി തന്നെ നേതൃത്വവുമായി തുറന്നു പറയാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് നേതൃത്വവുമായി താൻ BJP-യിലേക്ക് പോവുകയാണല്ലോ താങ്കൾ എന്ന ചോദ്യത്തിന് തരൂർ നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്. തനിക്ക് ദേശീയ തലത്തിൽ ഭരണപരമായ കാര്യങ്ങളിൽ മാത്രമാണ് കേന്ദ്ര സർക്കാരുമായി യോജിപ്പുള്ളത്, അത്തരം കാര്യങ്ങളിൽ മാത്രമാണ് സഹകരിക്കുന്നത്, അതിനപ്പുറം തൻ്റെ രാഷ്ട്രീയ നിലപാടിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്നതാണ് ശശി തരൂർ വിശദീകരിക്കുന്നത്. ഇന്ന് ഈ വാർത്താ സമ്മേളനത്തിലും ഇത്തരം നിലപാട് തന്നെയാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. ടി.ജി. സജിത്താണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് ശശി തരൂരിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം. കഴിവും എല്ലാം അറിയാം. അപ്പോൾ അദ്ദേഹത്തിന് വോട്ട് കൊടുക്കാൻ തന്നെയാണ് ഞാനും ഇറങ്ങിയിട്ടുണ്ടാവുക. പക്ഷേ എന്നെ അത് ആവശ്യപ്പെട്ടില്ല. ആ ആവശ്യമില്ലാതെ തന്നെ അദ്ദേഹം ജയിക്കട്ടെ. സ്ഥാനാർത്ഥിക്ക് തിരക്കില്ലേ, നമ്മളെല്ലാവരും സ്ഥാനാർത്ഥികളായിട്ടായിരുന്നില്ലേ.